അപ്പൊ എങ്ങനെയാ, നമുക്ക് പോയാലോ? എങ്ങോട്ടാ എല്ലാരും കൂടി ചട്ടിയും വെട്ടിയായിട്ട്? അയ്യോടെ കുണുക്ക, പത്തല്ല അത്തം. ഞങ്ങൾ പൂ പറിക്കാൻ പോകുവാമേ. നാളെ അത്തമല്ലേ, പൂക്കള ഇടാൻ വേണ്ടിട്ടാ. അതിനെവിടെ പോയി പൂ പറിക്കാനാ? ഇവിടെ എങ്ങും ഒരു തരി പൂവില്ല. ഞാൻ അച്ഛനെ വിളിച്ച് പറയാം. അച്ഛൻ കടയിൽ നിന്ന് വരുമ്പോ പൂ മേടിച്ചോണ്ട് വരും. അയ്യേ, അങ്ങനെ മേടിച്ച പൂ കൊണ്ട് പൂക്കള ഇട്ട ഒരു രസവും ഇല്ല. പറിച്ചിടണോമേ, ഞങ്ങൾ പോയിട്ട് വരാം. ഞങ്ങൾക്ക് പൂ ഇഷ്ടമാണ്, അതുകൊണ്ടാ പറിക്കാൻ പോണേ. പൂക്കളാരുകൾ പറിച്ചോണ്ട് പോകും, ഞങ്ങൾ വേഗം പോട്ടെ. എവിടെ നിന്ന് പറിക്കാൻ പോകുക? ഇവിടെ എങ്ങും ഒരു പൂവില്ല. പിന്നെ ആരെങ്കിലുടെയൊക്കെ മുറ്റത്തുള്ളതേ അവർ ഓമനിച്ച് വളർത്തുന്നതാ. അത് പോയി പറിച്ചാൽ നിങ്ങൾ വിവരം അറിയും. ഞങ്ങൾ ചോദിച്ച അനുവാദമൊക്കെ മേടിച്ചിട്ടേ പറിക്കൂ അമ്മേ. നാളെ അത്തോയതുകൊണ്ട് ആരും വഴക്ക് പറയൂല. എന്നാ വേഗം പോയിട്ട് വാ. ഇതേ അറിയാലോ, വെറുതെ ആൾക്കാരുടെ വായിരിക്കണ വഴക്ക് കേട്ടിട്ട് ഇങ്ങോട്ട് വരരുത്. ആർക്കും വേണ്ടാതെ റോഡ് സൈഡിൽ നിൽക്കുന്ന പൂ അല്ലത് മാത്രം പറിച്ചാൽ മതി. പിന്നെ ഈ കുണുക്കിനെ നോക്കിക്കോളണം. അതൊക്കെ ഞാൻ ഏറ്റമ്മേ. ഹായ്, നല്ല മണം. ഇന്ന് എല്ലാ ചെടിച്ചട്ടിയിലും റോസ പൂവിട്ടല്ലോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. കുണുക്കാൻ നോക്കിയേ, മിന്നുവിന്റെ വീട്ടിൽ എന്തോരം റോസയാ ഉണ്ടായേക്കണേ. നമുക്ക് പൂക്കളത്തിന്റെ നടുക്ക് വെക്കാൻ ഒരെണ്ണം ചോദിച്ചു നോക്കാം. നീതുമോളോ, എന്താടി? ചേച്ചി, ഒരു റോസാപ്പൂ വരുമോ? റോസാപ്പൂവോ? അതെന്തിനാ? എടി മിന്നു, നാളെ അത്തോലേ, ഞങ്ങളെ പൂക്കളിടാൻ വേണ്ടി പൂക്കൾ പറിക്കാൻ വന്നതാ. അയ്യോ, ഏത് പൂക്കളാ നീ പറിക്കാൻ വന്നേ? എന്റെ വീട്ടിലെ പൂക്കളാണോ? എടി, എല്ലാ പൂവും വേണ്ട. ഞങ്ങളെ പൂക്കള ഇടുമ്പോഴേക്ക് നടുക്ക് വെക്കില്ലേ, അതിനു വേണ്ടി ഈ ഒരു റോസ തന്നാ മതി. വേറെ പൂക്കളൊന്നും വേണ്ട. ചേച്ചി, ആദ്യത്തെ പൂ ഇവിടെന്നാ. ഓഹോ, ആദ്യത്തെ പൂ ഇവിടെന്നാ കിട്ടിയത് തന്നെ. ഞാൻ പറഞ്ഞോ നിന്നോട് ഈ പൂ ഞാൻ തരാന്ന്? ഒരു പൂ താര ചേച്ചി. എന്തൊരു റോസാപ്പൂ ഉള്ളതാ ഇവിടെ. ഒരു പൂ താര ചേച്ചി. നീതു, ഈ പൂക്കളെ ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് വെള്ളം ഒഴിച്ച് പരിപാലിച്ചുണ്ടായതാ. അതങ്ങനെ പറിക്കാനൊന്നും പറ്റത്തില്ല. അതിന് മുഴുവനൊന്നും വേണ്ട, നടുക്ക് വെക്കാൻ ഒരു പൂ മതി. ഓ, പറഞ്ഞാ മനസ്സിലാവില്ലേ? നീ ഈ കുട്ടികളെ കൊണ്ട് പോക്കെ, പൂ ഒന്നും തരാൻ പറ്റത്തില്ല. ഓ, ഇത്ര ഗമയാണെങ്കിൽ നിന്റെ പൂ ഞങ്ങൾക്ക് വേണ്ട. കുണുക്കി വാ, നമുക്ക് പോകാം. ഓ ചേച്ചിന്റെ ഒരു റോസാപ്പൂ. എന്തോരു റോസാപ്പൂ ഉള്ളത്. അപ്പൊ ഒന്നല്ല ചോദിച്ചപ്പോ കേട്ടില്ലേ പറയണേ? ഇതേ കൊച്ചെ, മിണ്ടാതെ പോയിക്കോ. ഞങ്ങള് പോകണ്ട, റോസാപ്പൂ എല്ലാം വാടി പോകട്ടെ. കുണുക്കി ഇങ്ങ് വാ, നമുക്ക് പോകാം. എടി നീതു, നീ ഇതിനെ വിളിച്ചോണ്ട് പോകുന്നുണ്ടോ? പ്രിയോട്ട് വാ കൊടുക്കി, നമുക്ക് പോവാ. ഈ ചേച്ചി ഒരു കുശുമ്പിയാ. ഓ, ഇവര് വീട്ടിൽ വന്ന് എന്തൊക്കെയാ പറയണേ? ഞാൻ കുശുമ്പിയാണെന്നോ? ദേ പിള്ളേരെ, എന്റെ വായിരിക്കണ കേൾക്കരുത് കേട്ടോ. നിന്റെ പൂ ഞങ്ങൾക്ക് വേണ്ട. നീ പിള്ളേരോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഞാൻ പറഞ്ഞില്ലേ ഞാനവരെ കൊണ്ടുപോക്കോളാന്ന്. കുണുക്കാൻ നമുക്ക് പോവാം. ഓ, അല്ലെങ്കിൽ ആര് തരുന്നു? ഒരു പൂ പറിക്കാൻ വന്നേക്കുന്നു പിള്ളേരായിട്ട്. അതുമേ ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങി വളർത്തുന്ന റോസാപ്പൂ. നീ ആരാ അത് പറയാൻ? കുണുക്കി, നമുക്ക് പോകാം, വാ. ഓ, കൊച്ചു കുരിപ്പിന്റെ അഹങ്കാരം കണ്ടില്ലേ? പൂ പറിക്കാൻ വന്നേക്കുന്നു. അമ്മ പറഞ്ഞത് ശരിയാ. ഇത്രയും നേരം നടന്നിട്ട് ഒരു പൂ പോലും കിട്ടിയില്ലല്ലോ. മര്യാദക്ക് അച്ഛൻ കാശ് കൊടുത്ത് വാങ്ങണ പൂട്ടാ മതിയായിരുന്നു. അയ്യോ ചിച്ചി, എന്താണ് കുണുക്ക, എന്തു പറ്റി? ആ വീട്ടിലോട്ട് നോക്കിയേ, മുറ്റത്ത് എന്തോരം പൂക്കളാ. നേരാണല്ലോ, എന്തോരം പൂക്കളാ അവരുടെ മുറ്റത്ത്. ഹായ്, ഇതൊക്കെ അവരോട് ചോദിക്കാം. അയ്യോട് കുടിക്കി കുണുക്ക, വേണ്ട, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എടി, നീ സൂക്ഷിച്ചു നോക്കിയേ. നമ്മളിപ്പോ ഈ വീടിന്റെ ബാക്കിലല്ലേ നിൽക്കുന്നേ. ഇത് ആരുടെ വീടാണെന്ന് നോക്കിയേ. ആരുടെ വീടാ? എടി, ഇത് പപ്പിയുടെ വീടാ. പപ്പി അവളുടെ അമ്മ സോണിയാന്റിയും. അവര് സമ്മതിക്കില്ല. അവർക്ക് നമ്മളെ കാണുന്നത് തന്നെ കലിയാ. ശരി, അത് പപ്പിയുടെ വീടാ. ചോദിക്കാതെ കേറി പറിക്കാം. അയ്യോ, അതൊന്നും വേണ്ട. എന്നിട്ടാണ് അവരുടെ വായിരിക്കണ കേൾക്കാൻ. ആ വീട്ടിൽ ആരില്ലാതാ തോന്നുന്നേ. ശരിയാണല്ലോ, ആരെയും കാണുന്നില്ല. എന്നാ വാടി, നമുക്ക് കയറി പറിക്കാം. അവിടെയൊന്നും ആരെയും കാണുന്നില്ല. ഇത്രയും നേരം നമ്മൾ എല്ലാവരോടും പൂ ചോദിച്ചു, ആരും തന്നില്ല. അതുകൊണ്ട് ഇനി നമുക്ക് ചോദിക്കണ്ട. ചോദിച്ചാൽ തരൂല. ആവശ്യത്തിന് പറിച്ചിട്ട് വീട്ടിലോട്ട് ഓടാം. ഓ, ഇഷ്ടം പോലെ പൂക്കൾ കിട്ടി. ഇനിയിപ്പം നാളെ മാത്രമല്ല, ഒരാഴ്ച ഇടാൻ ഈ പൂ മതി. എന്നാ നമുക്ക് പോവാ. പപ്പിയോട് പോയതായോ? പപ്പി സോണിയാൻ്റെ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും പൂ പറിക്കാൻ എന്തായാലും പറ്റില്ല. ഇനി നമുക്ക് വീട്ടിൽ പോവാടി. അയ്യോ, ഇത് കുണുക്കാനല്ലേ? ഇവരെന്താ ഇവിടെ? ഇവരുടെ കയ്യിൽ നിറച്ച് പൂക്കളുണ്ടല്ലോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പറിച്ചതാണോ? മമ്മീനോട് പറയട്ടെ, കള്ളികള്. ആരും അങ്ങോട്ട് ഓടിപ്പോയില്ലേ? എനിക്ക് തോന്നിയത് പപ്പിയായിരിക്കും. അയ്യോ, അതെ, പപ്പിയെ ഓടിപ്പോയെ. അവള് നമ്മളെ കണ്ടുവെന്നാ തോന്നുന്നേ. മമ്മീനോട് പറയാനാണോ പോയേ? കുണുക്കി, പപ്പി തന്നെ ഓടിപ്പോയെ. അവള് ചിലപ്പോൾ സോണിയാന്റിനോട് പറയാൻ പോയതായിരിക്കും. നമുക്ക് എത്രയും വേഗം ഈ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങണം. മമ്മി, എന്താ ബേബി, എന്ത് പറ്റി? മമ്മി, നമ്മുടെ ഗാർഡനിലെ എല്ലാ ചെടികളും പൂക്കളും പറിച്ചോണ്ട് പോയിരുന്നു.
ആരാ ആരാ ഇതൊക്കെ ചെയ്യുന്നത് പപ്പിമോളെ? മമ്മി അതാ പ്ലേ സ്കൂളിൽ കുണുക്കനും കുണുക്കി നീതും ഇല്ലേ, അവരൊക്കെയാ. അവരോ? അവരെന്തിന് ഇവിടെ വരണം? എന്നിട്ട് അവര് പോയോ? ഇല്ല ഇല്ല, അവര് ഗാർഡനിൽ നിപ്പുണ്ട്, അവരിപ്പോ പോകും. ഇവിടത്തെ പൂവും പറിച്ചോണ്ട് അവർക്ക് എന്തായാലും ഈ കോമ്പൗണ്ട് വിട്ട് പോകാൻ കഴിയില്ല. എവിടെ ആ ബ്ലാക്കി? എവിടെ? ബ്ലാക്കിയോ? ഡോഗിനെ ഇറക്കിയാ അവരെ കടിക്കൂലേ മമ്മി? കടിക്കട്ടെ, കടിച്ച് കൊടയട്ടെ. ബ്ലാക്കി, ബ്ലാക്കി കം ഓൺ ആൻഡ് ക്യാച്ച് ദം. അവൾ അവളുടെ മമ്മിനോട് പറഞ്ഞു വരുന്നതിന് മുമ്പ് നമുക്ക് ഓടി രക്ഷപ്പെടാം. അയ്യോടി, പപ്പിയോള് പട്ടീനെ അടിച്ചു വിട്ടെന്നാ തോന്നുന്നേ. ഓടിക്കോ, വേഗം ഓടിക്കോ, കുണിക്ക് കുണുക്ക്. അതൊന്നും സാരില്ല, നീ ഓട്. വേഗം ഓടി വാ കുണുക്കി, കുണുക്ക ഇങ്ങോട്ട് ഓടി വാ. അയ്യോ കുണുക്കി, വേഗം എണീക്ക്, ഇങ്ങോട്ട് വാ. ചേച്ചി പട്ടി വന്നേ. ഇങ്ങോട്ട് കേറിയിരിക്കെ. പാപടി പാപടി. ശോ, ആ പപ്പിയുടെ പണിയാണിത്. അവളായിരിക്കും ഇതിന് പറഞ്ഞു വിട്ടെ. പോ പട്ടി. എടാ പട്ടി പോടാ. ചേച്ചി ഇത് പോകുന്നില്ലല്ലോ. എന്താടി, പൂവൊക്കെ പറിച്ചു കഴിഞ്ഞോ? ഇനിയും പറിക്കുന്നോ? ഞങ്ങൾ അത്തത്തിനിടാൻ വേണ്ടി കുറച്ച് പൂ പറിച്ചത്. ഇങ്ങനെയാണോ ചെയ്യുന്നത്? ആ പട്ടീനെ പറഞ്ഞു വിട് മാഡം. പപ്പീനെ പറഞ്ഞു വിടാൻ പറ്റൂല. പപ്പീനെ പറഞ്ഞു വിട് മാഡം. ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ ഞങ്ങളുടെ കോമ്പൗണ്ടിൽ കയറിയിട്ട് ഞങ്ങളുടെ പപ്പീനെ പറഞ്ഞു വിടാനോ? ഞങ്ങൾക്ക് പേടിയാ. ഓഹോ, പൂ കട്ടുപറിക്കാൻ പേടിയില്ലേ പൂക്കള്ളികളെ? പൂക്കള്ളി പൂക്കള്ളി പൂക്കള്ളി. നിതുമോളെ, കുണുക്കി കുണുക്ക. എന്റെ മക്കളെ കണ്ടായിരുന്നോ? അമ്മേ, അയ്യോ അയ്യോ, ഇങ്ങോട്ട് ഇറങ്ങു മക്കളെ. പോ പട്ടി, പോ പട്ടി. ഒന്ന് നിങ്ങൾ എന്താ എന്റെ കുഞ്ഞുങ്ങളെ കാണിക്കുന്നത്? മര്യാദയ്ക്ക് ഈ പട്ടീനോട് പോകാൻ പറ, ഇല്ലെങ്കിൽ ഇതിന് ഞാൻ കൊല്ലും. നിങ്ങൾ പട്ടീനെ അയച്ചു വിട്ടേക്കുന്നു. ഇത്രയ്ക്കില്ലാത്ത പിള്ളേരെ നിങ്ങൾ ആരാ? കൂടുതൽ പ്രസംഗം വേണ്ട. പൂ കട്ടെടുക്കാൻ വേണ്ടി മക്കളെ ഇങ്ങോട്ട് വിട്ടിട്ട് ഇപ്പൊ അവള് പ്രസംഗിക്കുന്നു. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണരുത്. ഞാൻ ശിക്ഷിക്കുമായിരുന്നു കുട്ടികളെ. നിങ്ങളുടെ പൂ പറിച്ചെങ്കിൽ നിങ്ങൾക്ക് ചെടി എത്ര വേണമെങ്കിലും വാങ്ങി തന്നേനെ. അതിന് ഇത്രയ്ക്കില്ലാത്ത കുഞ്ഞുങ്ങളെ പട്ടി അയച്ചു വിട്ട് പേടിപ്പിക്കാനാണ് വേണ്ടത്. ഇത് എൻ്റെ വീടാ, എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. ഈ പട്ടീനോട് നീ പോകാൻ പറഞ്ഞില്ലെങ്കിൽ നിന്റെ പട്ടീനെ ഞാൻ ഇപ്പൊ കൊല്ലും. പേടിപ്പിക്കണ്ട നീ. പേടിപ്പിക്കുന്നില്ല, ഞാൻ കാണിച്ചു തരാം. പോ പട്ടി. അമ്മ, ഈ ആന്റി ബ്ലാക്കിനെ കൊല്ലും. നിങ്ങൾ എന്താ കാണിക്കാൻ പോകുന്നേ? ബ്ലാക്കി, നീ അകത്ത് പോ. എന്റെ മക്കള് പൂ പറിച്ചതിനുള്ള ശിക്ഷ ഞാൻ ഏറ്റെടുക്കുന്നു. പക്ഷേ ഇത്തിരിക്കില്ലാത്ത കുട്ടികളെ പട്ടീനെ വിട്ട് കടിപ്പിക്കാൻ പോയില്ലേ, പോലീസ് സ്റ്റേഷനിൽ കയറ്റും നിങ്ങളെ ഞാൻ. അമ്മേ, ഞാൻ പറഞ്ഞല്ലേ മക്കളെ അച്ഛനെ കൊണ്ട് പൂ മേടിപ്പിക്കാന്ന്. നമ്മൾ അനുവാദം ഇല്ലാതെ ആരുടെ ഒന്നും എടുക്കരുത്. അതിപ്പോ ഒരു ചെറിയ പൂവാണെങ്കിൽ പോലും. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? വീട്ടിൽ പഠിപ്പിക്കുന്നതാ കുട്ടികൾ ചെയ്യുന്നേ. ആയിക്കോട്ടെ, അവർക്കൊരു തെറ്റ് പറ്റി. നിങ്ങൾ കൂടുതൽ പറയണ്ട. കുട്ടികൾ പറിച്ച പൂവിന്റെ ഇരട്ടി പൂ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തരും, കേട്ടോ? നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വാ കുട്ടികളെ, നമുക്ക് പോകാം. ഇവൾക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. കാത്തിരുന്നു നീ. നിന്റെ മക്കൾക്ക് 8ന്റെ പണി ഞാൻ കൊടുക്കുന്നുണ്ട്.